സർട്ടിഫിക്കറ്റിന് 6 മന്തിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ 6 മാസം കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യുക, പുതിയ സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആർക്കൊക്കെയാണ് വേണ്ടത്? സ്റ്റേറ്റ് സിലബസുകാർക്ക് മാത്രം മതിയോ? പോരാ. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കേരളയ്ക്കും അതേപോലെ ഓൾ ഇന്ത്യക്കും ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ. സോ മക്കളെ, MBBSൻ്റെയും BDSൻ്റെയും കൂടാതെ ഹോമിയോപ്പതി, വെറ്റിനറി തുടങ്ങി നിരവധി കൗൺസിലിംഗ് പ്രോസസ്സ്, അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ ഒരു കോളേജിൽ നിങ്ങൾ ഹാജരാകുന്ന ടൈമിൽ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഇപ്പം നിങ്ങൾ ഒരുപാട് വീഡിയോസിലൂടെയൊക്കെ കണ്ടു കാണും ഏതൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് നോക്കി ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് ഒന്ന് ടിക്ക് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം മിസ് പറയുകയാണ്, 2 തരത്തിലാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക. ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗും ഉണ്ട്, സ്റ്റേറ്റിന്റെ കൗൺസിലിംഗും ഉണ്ട്. യെസ്, ഇനി ആയുഷ് എന്ന് പറഞ്ഞ മറ്റൊരു കൗൺസിലിംഗ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഹോമിയോപ്പതിയും അതേപോലെ ആയുർവേദവും ഒക്കെ പോകണമെങ്കിൽ നമുക്ക് ആയുഷ് കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ കോട്ട സ്റ്റേറ്റിനെ പറ്റി ഒന്നും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഒറ്റ മിനിറ്റിൽ ഞാൻ പറയുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവൺമെന്റ് MBBS BDS സീറ്റുകളുടെ 15% സീറ്റുകൾ, ഓക്കെ, 100 സീറ്റ് ഉണ്ടെങ്കിൽ 15 സീറ്റിലേക്ക് കൗൺസിലിംഗ് അലോട്ട്മെന്റ് നടക്കുക. mcc.nic.in എന്നുള്ള വെബ്സൈറ്റിലാണ് ആ ഒരു കൗൺസിലിങ്ങിനെ, അതായത് അലോട്ട്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ്. അതാണ് ആദ്യം വരിക. അതിന് ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് ഒരു എയിംസിൽ കിട്ടി, എയിംസ് മധുരയിൽ കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടിയെന്ന് കരുതുക. അവിടുത്തെ മുഴുവൻ സീറ്റുകളുടെ 15% സീറ്റും AIQ വഴിയാണ് നടക്കുക, ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് വഴിയാണ് നടക്കുക. അപ്പൊ അവിടെ കിട്ടിയെങ്കിൽ കോളേജിൽ ചെല്ലുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ അവിടെ സബ്മിറ്റ് ചെയ്യണം? ഓക്കെ, അല്ല, ഇനി ബാക്കിയുള്ള 85 കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 85% സീറ്റും ഫില്ല് ചെയ്യപ്പെടുക സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴിയാ, കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെയാ. അങ്ങനെ നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടി, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കിട്ടി, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഹാജരാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ്, എല്ലാ ഡോക്യുമെന്റ്സും ഏതൊക്കെയാണെന്ന് അറിയണം. ഓക്കെ, അതാണ് നമ്മളുടെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പൊ 2 വെബ്സൈറ്റ് എപ്പോഴും നിങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് mcc.nic.in, അതിലൂടെയാണ് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് നടക്കുക. അതായത് ഇപ്പോൾ നീറ്റ് എക്സാം നടന്നത് NTA സൈറ്റിൽ കൂടെ അല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്നത്. ഹോൾ ടിക്കറ്റ് എപ്പോൾ വന്നു, എക്സാം എപ്പോഴാണ് നടക്കുക, ഇതൊക്കെ NTA സൈറ്റിൽ കൂടെ അല്ലായിരുന്നോ? അതേപോലെ അലോട്ട്മെന്റിന് വേണ്ടി ഒന്ന് mcc.nic.in. ഇനി കേരളത്തിന്റെ അലോട്ട്മെന്റ് നടക്കുന്നതോ c.kerala.gov.in. ഓക്കെ, യെസ് മക്കളെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം എന്തൊക്കെ സർട്ടിഫിക്കറ്റ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന്. പക്ഷേ എനിവേ നമ്മളൊരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും അഡ്മിഷൻ സമയത്ത് ചെല്ലുമ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടരുത്. അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി 3 തവണ നിങ്ങൾ ഒരു സ്ഥലത്ത് കയറി ഇറങ്ങേണ്ടി വരരുത്. ഒരു തവണ, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു തവണയെ നിങ്ങൾ നടക്കേണ്ടതായിട്ട് വരാവൂ. അതിനുവേണ്ടി ഈ വീഡിയോ ഒന്നും മിസ് പറയുന്നില്ല. ഇനി മിസ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോ കണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ ഒരിടത്തേക്ക് സമീപിക്കുക. ഓക്കെ, യെസ്, റെഡി. അപ്പൊ ആദ്യം നമ്മൾ MCCയുടെ, അതായത് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിലൂടെ കുട്ടികൾക്ക് എവിടെ കിട്ടി? എയിംസ് മധുരയിൽ കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടിയെന്ന് വിചാരിക്കാം. അവിടെ ചെല്ലുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നീറ്റിന്റെ ഹാൾ ടിക്കറ്റ്, അഡ്മിറ്റ് കാർഡ്. എങ്ങനെ അഡ്മിറ്റ് കാർഡ് ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുക? നേരെ NTA സൈറ്റിലേക്ക് പോവുക. എങ്ങനെയാണോ എക്സാം എഴുതാൻ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്തത്, അതേപോലെ അഡ്മിറ്റ് കാർഡ് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തെടുത്തേക്കുക. കയ്യിലില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്തേക്കുക. അന്നേ ഒരു പ്രിന്റും കൂടി എടുത്ത ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. യെസ്, എന്നിട്ട് ഇനി നിങ്ങൾക്ക് ഡൗട്ട് കാണും, അതിൽ ഫോട്ടോ വെക്കണോ മിസ്സേ, തമ്പ് ഇംപ്രഷൻ വേണോ? ഒന്ന് ചെയ്ത് വെച്ചേക്കുക, നമുക്കൊരു കുഴപ്പമില്ല അല്ലേ. നിങ്ങൾ ഫോട്ടോ ഒട്ടിച്ച് വെച്ചേക്കുക, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ കൊടുത്തേക്കുക. ആ ഒരു ഫ്രണ്ട് പേജ് മാത്രം മതി, പോസ്റ്റ് കാർഡ് ഒന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ ആദ്യത്തെ പേജ് മാത്രം. ഓക്കെ, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ കൊടുക്കുന്ന, നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുന്ന ആ ഒരു പേജിന്റെ മാത്രം കോപ്പി എടുത്ത് വെച്ചേക്കുക, പ്രിന്റ് ഔട്ട് എടുത്തേക്കുക. സെറ്റ് അല്ലേ? യെസ്. അടുത്തത് നീറ്റിന്റെ സ്കോർ കാർഡാ.
നീറ്റിന്റെ സ്കോർ കാർഡ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കും എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഇത്രയാ, എനിക്ക് സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ലേ? അത് ഇവിടെ നോക്കിയിട്ടാ നിങ്ങളുടെ നീറ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു PDF ഉണ്ട്. അതിൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്, നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ഉണ്ട്, നിങ്ങളുടെ നെയിം ഉണ്ട്, നിങ്ങൾക്ക് നീറ്റിന് ലഭിച്ച സ്കോർ ഉണ്ട്. ആ ഒരു PDF-നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നീറ്റിന്റെ സ്കോർ കാർഡ് എന്ന് വിളിക്കുക. ആ ഒരു PDF പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ is the certificate to prove date of birth. birth certificate. അയ്യോ, birth certificate ഇല്ലാത്ത ആളുകൾ പേടിക്കണോ? വേണ്ട. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ എന്തുണ്ട്? നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലേ? അപ്പൊ SSLC സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത ആളുകൾ മാത്രം, പല സിലബസിൽ പഠിച്ച കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അതില്ലെങ്കിൽ മാത്രമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം. SSLC സർട്ടിഫിക്കറ്റിൽ ബർത്ത് ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ അത് മാത്രം മതി. ഓക്കെ, ഇനി എക്സ്ട്രാ ബർത്ത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കണം എന്നൊന്നുമില്ല. നെക്സ്റ്റ് വൺ SSLC സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ്, ഏത് ബോർഡ് പഠിച്ച കുട്ടികളാണെങ്കിലും 10th സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനൽ വേണ കയ്യിൽ. യെസ്. നെക്സ്റ്റ് വൺ +2 മാർക്ക് ലിസ്റ്റ് ആണ്. +2 ഇത്ര സ്കോർ ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയതല്ലേ? അപ്പൊ അതൊക്കെ ഒറിജിനൽ ആണെന്ന് നമ്മുടെ ആ ഒരു കോളേജിൽ വെരിഫൈ ചെയ്യണം. വെരിഫിക്കേഷൻ ഒക്കെ നടക്കുന്നത് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിലാണ്. മക്കൾക്ക് കോഴിക്കോടാണ് അഡ്മിഷൻ കിട്ടിയെങ്കിൽ ആ കോളേജിലാണ് ഇതിൻ്റെയൊക്കെ വെരിഫിക്കേഷൻ നടക്കുക. അപ്പൊ കോളേജിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഒറിജിനലും ഒരു 10 കോപ്പി എടുക്കാനാണ് ഞാൻ പറയുന്നത്. ഓരോ സർട്ടിഫിക്കറ്റിന്റെ ഒരു 10 പ്രിന്റ് ഔട്ട് എടുക്കാനാണ്. അതാണ് സേഫ് ആണ്. ആ സമയത്ത് നമുക്ക് ഓടി നടക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിൻ്റെയും ഒരു 10 പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചോ. യെസ്. അപ്പൊ +2 മാർക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്തല്ലോ. നെക്സ്റ്റ് വൺ ID പ്രൂഫ് ആണ്. അത് ആധാർ ആയാൽ കുഴപ്പമില്ല, വോട്ടർ ID ആയാൽ കുഴപ്പമില്ല, നിങ്ങളുടെ പാസ്പോർട്ടോ ലൈസൻസോ എന്തെങ്കിലും ഒരു ID പ്രൂഫ്, അതിന്റെ ഒറിജിനൽ തന്നെ വേണേ. ആധാർ കാർഡോ ആധാർ കാർഡിന്റെ ഒറിജിനൽ എടുത്താൽ മതി കയ്യിൽ. യെസ്. ഓക്കെ, ഒരു 10 കോപ്പി എടുത്തു വെച്ചോ. ഒന്നിനും എത്ര ചോദിച്ചാലും ആ ടൈമിൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര കോപ്പി വേണം എന്നൊക്കെ അവർ ചോദിക്കുക. യെസ്. ഓക്കെ, അപ്പൊ അത്രയുമായി. നെക്സ്റ്റ് വൺ ഓൾ ഇന്ത്യയുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഇതൊക്കെ കേരളത്തിനും നിങ്ങൾക്ക് ആവശ്യം വരുന്ന സാധനം തന്നെയാണ്. നെക്സ്റ്റ് വൺ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ അവസാനമായി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള TC. +2 കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയ കുട്ടികൾക്ക് സ്കൂളിലെ TC മതി. അല്ലെങ്കിൽ റിപ്പീറ്റും റിപ്പീറ്റും ചെയ്ത മക്കൾക്ക് അവിടുത്തെ സ്കൂളിലെ TC മതി. ഇനി ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ TC, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കാണും. യെസ്. നെക്സ്റ്റ് വൺ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റാ, സ്വഭാവ സർട്ടിഫിക്കറ്റ്. മക്കളെ, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത, ഈ ഒരു സർട്ടിഫിക്കറ്റിന് 6 മാസം മാത്രമാണ് വാലിഡിറ്റി ഉള്ളത്. 6 മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി കഴിയും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്താ ചെയ്യുക? ഇപ്പൊ +2 കഴിഞ്ഞ് നേരെ എൻട്രൻസിലേക്ക് എക്സാം എഴുതി കയറിയ കുട്ടികൾക്ക് ടൈം എന്തായാലും കഴിഞ്ഞിട്ടില്ല അല്ലേ? യെസ്, അവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സിനും നിലവിലുള്ള കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിൻസിപ്പൾ അത് തരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഗസറ്റഡ് പോസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറുടെ സൈൻ മതിയാവും കേട്ടോ. ഫുൾ ആ ആളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാം. യെസ്, ഒരു ഗസറ്റഡ് പോസ്റ്റ് വേണമെന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. +2 സർട്ടിഫിക്കറ്റിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കണം, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റാ, NCL സർട്ടിഫിക്കറ്റാ. ഇതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ആദ്യം പറയുന്നത് NCCക്ക് വേണ്ടിയിട്ടുള്ള NCLന്റെ കാര്യമാണ്. ഓൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഓൾ ഇന്ത്യ കോട്ട, അതായത് എയിംസ് കോളേജിൽ ചെല്ലുന്ന മക്കൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി കോഴിക്കോടോ കോട്ടയോ ഒക്കെ ജോയിൻ ചെയ്യുന്ന മക്കൾ, അവരുടെ NCL സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഈ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് ആണ്. അതും സെൻട്രൽ പേർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് എന്ന് എടുത്തു പറയാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ NCL കാണുന്നത് തന്നെയാണ് എനിക്ക്. NCL എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ട് അല്ലെ? നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ കയറുന്ന കുട്ടികളാണ് NCL സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിൽ നിന്നാണ് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക്? തഹസിൽദാരുടെ കയ്യിൽ നിന്നും സെൻട്രൽ പർപ്പസിന് നിങ്ങൾക്ക് അക്ഷയ വഴി ആ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാം അല്ലെ? അക്ഷയ വഴിയോ ഓൺലൈനായിട്ടോ മക്കൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാം. അത് ആരുടെ കയ്യിൽ നിന്നാണ് വേണ്ടത്? തഹസിൽദാരുടെ കയ്യിൽ നിന്നും സെൻട്രൽ പർപ്പസിന് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്.
അതേപോലെ ഇക്കണോമിക്കലി വീക്കർ സെഷൻ, മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കുള്ള സംവരണമാണ്. ആ ഒരു സംവരണ സീറ്റിലാണ് നിങ്ങൾ കയറിയിരിക്കുന്നതെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾക്ക്. SC ST അങ്ങനത്തെ കാറ്റഗറി വൈസ് കയറിയ കുട്ടികൾ, സംവരണമുള്ള കുട്ടികൾ അതിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. നെക്സ്റ്റ് വൺ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് മക്കളെ. 10 ഫോട്ടോ മിനിമം. ഓക്കെ, 10 ഫോട്ടോയെങ്കിലും മിനിമം കയ്യിൽ കരുതുക. അവിടെ നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ട്, അതിൽ സിഗ്നേച്ചർ വേണോ, അല്ലെ നീറ്റിന്റെ ഹോൾ ടിക്കറ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നീറ്റിന്റെ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന ടൈമിൽ മാൻഡേറ്ററി ആയിട്ടും നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു അല്ലെ, ഫോട്ടോയിൽ ആ ഫോട്ടോ എടുത്തൊരു ടൈം വേണം. ഇല്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു ടൈം വേണം. അതേപോലെ നിങ്ങളുടെ പേര് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ഒരു ഡൗട്ടും വേണ്ട, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലെയിൻ ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ മതി. ഒരു 10 എണ്ണമെങ്കിലും കയ്യിൽ കരുതിയിരിക്കണം. മാൻഡേറ്ററി ആണ് കേട്ടോ. യെസ്, അതിൽ എന്ത് വേണ്ട, സിഗ്നേച്ചർ വേണ്ട, നിങ്ങളുടെ നെയിം വേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട. യെസ്, അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എത്ര എണ്ണം വേണം മക്കളെ? 10 എണ്ണം. ടിക്ക് ചെയ്തോ? യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയും. ഓൾ ഇന്ത്യയുടെ കേസിൽ വരുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ കയ്യിൽ കൊണ്ടുപോവുകയേ വേണ്ട. ഇപ്പൊ എയിംസിൽ കിട്ടി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് പോകണോ നിങ്ങൾ? വേണ്ട. ആ കോളേജിൽ ചെല്ലുമ്പോൾ അവർ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് മെഷർ ചെയ്തോളും. നിങ്ങൾ ഏബിൾ ആണോ എന്നുള്ളത് അവിടെ അവർ ചെക്ക് ചെയ്തോളും. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിലേക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ എന്ത് കരുതണ്ട? നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണ്ട. ഓക്കെ, അപ്പോൾ ഇതെന്ത് വേണ്ട? കയ്യിൽ കരുതണ്ട, അവർ ചെക്ക് ചെയ്തോളും. യെസ്, എയിംസിൽ ചെല്ലുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്തോളും. NRI സർട്ടിഫിക്കറ്റ് അതെല്ലാവർക്കും ഇല്ല കേട്ടോ. NRI കോട്ട വഴി അമൃത പോലത്തെ ഡീംഡ് കോളേജസിൽ NRI സീറ്റുകളുണ്ട്. NRI സീറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാദറോ മദറോ ബ്ലഡ് റിലേഷനിലുള്ള ഫസ്റ്റ് കസിനോ ഒക്കെ NRI ആണെങ്കിൽ NRI കോട്ട വഴി കുഞ്ഞുങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ NRI സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതണം. ഇപ്പൊ അമൃതയിൽ കേരളത്തിൽ NRI കോട്ട പഠിക്കണമെങ്കിൽ 20 ലക്ഷമാണ് ട്യൂഷൻ ഫീ ഇനത്തിൽ മാത്രം വരുന്നത്. ഓക്കെ, 20-21 ലക്ഷം വരും. എന്നാൽ ഡീംഡ് കോളേജുകളിൽ 35-40 ലക്ഷമൊക്കെയാണ് NRI സീറ്റിന്റെ ഫീ വരുന്നത്. അപ്പോൾ ഫീസ് മനസ്സിലാക്കി മാത്രം ആ ഒരു കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ NRI ആയിട്ടുള്ള ആളുകൾ മാത്രം ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ദെൻ അലോട്ട്മെന്റ് ലെറ്റർ ഇഷ്യൂഡ് ബൈ NCC. മക്കളെ, നിങ്ങൾ അലോട്ട്മെന്റിൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഓപ്ഷൻ രജിസ്ട്രേഷനും ലോക്കിങ്ങും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അലോട്ട്മെന്റ് വരും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്ത കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ആ ഒരു അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾ പ്ലസ് വണ്ണിലേക്കൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്തില്ലേ? യെസ്, അതേപോലെ നിങ്ങൾക്ക് MCCയുടെ വെബ്സൈറ്റിൽ നിന്നും അലോട്ട്മെന്റ് ലെറ്റർ കിട്ടും. അത് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുത്തതും കയ്യിൽ വേണം. ഇനി ഇതിൻ്റെ സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയും ചില കോളേജുകൾ അത് CD-യിലാക്കാനും പെൻഡ്രൈവിലാക്കാനും ഒക്കെ പറയും. അത് അലോട്ട്മെന്റ് കിട്ടിയ ശേഷം ആ കോളേജുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് CD-യിൽ വേണോ പെൻഡ്രൈവിൽ വേണോ അതിൻ്റെ പ്രിന്റ് മാത്രം മതിയോ എന്നുള്ളതൊക്കെ അപ്പം നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഓൾ ഇന്ത്യക്ക് വേണ്ടി എൻ്റെ കുട്ടികൾ റെഡിയാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ഇന്ത്യ കഴിഞ്ഞു, MCCയുടെ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി എങ്ങോട്ടേക്ക് വരിക? നമ്മുടെ മേജർ സീറ്റുകളും കിടക്കുന്നത് നമ്മുടെ കേരളത്തിലാണല്ലേ. കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളുടെയും 85% സീറ്റും കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ് കൊടുക്കുന്നത്. ഓക്കെ, കേരള എൻട്രൻസ് കമ്മീഷണറുടെ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അലോട്ട്മെന്റിൽ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അവിടേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? റെഡി അല്ലേ? ഓക്കെ, ആദ്യം NCCക്ക് പറഞ്ഞ അതേ ഡോക്യുമെന്റ്സ് തന്നെയാണ് ഇവിടെയും വേണ്ടത്. നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ്, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തോ വേഗം പോയിട്ട്. നീറ്റിന്റെ സ്കോർ കാർഡ് ടിക്ക് ചെയ്തോ. സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് മതി. നെക്സ്റ്റ് വൺ 10th സർട്ടിഫിക്കറ്റ്. ഓക്കെ, 10th സർട്ടിഫിക്കറ്റ് ഏത് ബോർഡുകാരാണെങ്കിലും 10th സർട്ടിഫിക്കറ്റ്. +2 മാർക്ക് ലിസ്റ്റ്. നെക്സ്റ്റ് വൺ ID പ്രൂഫ് ആണ്. ആധാർ ആകാം, വോട്ടർ ID ആകാം, ലൈസൻസ് ആകാം, പാസ്പോർട്ട് ആകാം, എനിത്തിങ്. ഇതിന്റെ ഒറിജിനൽ ആണ് വേണ്ടത് കേട്ടോ. എല്ലാത്തിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ വേണം. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, TC +2 ആണെങ്കിൽ സ്കൂളിൽ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി പഠിച്ചവരാണെങ്കിൽ അവിടെ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് 6 മാസം വാലിഡിറ്റിയേ ഉള്ളൂ. വാലിഡിറ്റി കഴിഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞു ഗസ്റ്റഡ് ഓഫീസറുടെ കയ്യിൽ നിന്നും നിങ്ങൾക്കത് വാങ്ങാം.
മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് അപ്ലിക്കബിൾ. നോൺ ക്രിമിലിയർ യെസ്, ഇവിടെ NCL സർട്ടിഫിക്കറ്റിന്റെ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. MCCയിൽ ഓൾ ഇന്ത്യയിലേക്ക് നമ്മൾ എവിടുന്ന എടുത്തത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്? തഹസിൽദാരുടെ കയ്യിൽ നിന്നും അല്ലെ, സെൻട്രൽ പർപ്പസിന് വേണ്ടിയാണ് എടുത്തത്. എന്നാൽ ഇവിടെ NCL സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത്? വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നാണ് കേട്ടോ. വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും എന്ത് പർപ്പസിനാണ്? സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് കൊടുക്കണം കേട്ടോ മക്കളെ. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്, അതായത് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടുക, നിങ്ങൾ ഏതെങ്കിലും കസിൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സംവരണം ഉണ്ട് എന്ന് കരുതുക, അവർ OBC കാറ്റഗറിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറി ആണെങ്കിൽ, അവരിപ്പോൾ മുസ്ലിമാണ് ഈഴവാണെങ്കിൽ അവർക്കും NCL സർട്ടിഫിക്കറ്റ് വേണം, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വേണം. എന്തിനു വേണ്ടിയാ? ജോലിക്ക് വേണ്ടിയാ. അപ്പൊ അവരെന്താ കൊടുക്കുക? എംപ്ലോയ്മെന്റ് പർപ്പസിന് കൊടുക്കും അല്ലെ. ഉദ്യോഗാർത്ഥികള് എംപ്ലോയ്മെന്റ് പർപ്പസിനാ കൊടുക്കുക. അവർക്ക് ജോലിക്ക് വേണ്ടിയാണ് NCL സർട്ടിഫിക്കറ്റ് വേണ്ടത്. നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയാണോ? അല്ല. നിങ്ങൾ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് എന്തിനു വേണ്ടിയാ? അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്. അത് മാറിപ്പോരുത്. പല കുട്ടികൾക്കും മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മിസ് എടുത്തു പറയുന്നത്. നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് പറയണം. ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടിയിട്ടോ തഹസിൽദാറുടെ അടുത്ത് നിന്നും സെൻട്രൽ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. ഇവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വാങ്ങുക. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. എത്ര എണ്ണമാണ്? 10 എണ്ണം. 10 കയ്യിൽ കരുതണം. പേരും ഡേറ്റ് ഓഫ് ബർത്തും വേണോ? വേണ്ട, പ്ലെയിൻ ആയിട്ടുള്ളത് മതി. ഓക്കെ, 10 എണ്ണമെങ്കിലും പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ കരുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓൾ ഇന്ത്യ കോട്ടയുടെ കാര്യം പറഞ്ഞു. എവിടുന്ന? എയിംസിൽ കിട്ടിയ കുട്ടികൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി കിട്ടിയ കുട്ടികൾ കോളേജിൽ ചെല്ലുമ്പോൾ കോളേജിൽ നിന്നാണ് മെഡിക്കൽ ആ ഒരു ഫിറ്റ്നസ് ചെക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളെ എക്സാമിൻ ചെയ്യുക. നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അവിടെയാണ് ചെക്ക് ചെയ്യുക. എന്നാൽ കേരളത്തിന്റെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലൂടെ പോകുന്ന കുട്ടികൾ അങ്ങനെയാണോ? അല്ല. നിങ്ങളുടെ കയ്യിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ടും കാണണം. അപ്പൊ ഇവിടെ നിന്ന് പോയിട്ട് നിങ്ങൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കും. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടും? നിങ്ങളുടെ അടുത്ത് ജനറൽ ഹോസ്പിറ്റലുകൾ കാണുമല്ലേ? ആ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു അസിസ്റ്റന്റ് സർജനോ അതിന് മുകളിലുള്ളതോ ആയ ഒരു ഗവൺമെന്റ് ഡോക്ടർ, ഓക്കെ, ഗവൺമെന്റ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആണ്. മാൻഡേറ്ററി ആയിട്ടും ഗവൺമെന്റ് ഡോക്ടറുടെ തന്നെ വേണം കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ജനറൽ ഹോസ്പിറ്റലിൽ ചെല്ലുക, അവിടെ അസിസ്റ്റന്റ് സർജനോ അതിന് മുകളിലുള്ളതോ ആയ അത്രയും പോസ്റ്റിലുള്ള ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുക. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം മക്കളെ. ഇപ്പം നമ്മുടെ അടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എല്ലാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആ ഫോം കിട്ടും. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കീമിൻ്റെ സൈറ്റിൽ ഈ ce.gov.in എന്നുള്ള സിയുടെ സൈറ്റിൽ നിങ്ങളുടെ പ്രോസ്പെക്ടസ് ഉണ്ട് 2025. ആ പ്രോസ്പെക്ടസിൽ ആ ഫോമിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആ മോഡൽ മിസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യാം. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് അതെടുത്ത് അതിൻ്റെ ഒരു പ്രിന്റും കൊണ്ട് പോകാം. നിർബന്ധമില്ല, എല്ലായിടത്തും കമ്പ്യൂട്ടർ ഉണ്ടല്ലേ. ഇനി കമ്പ്യൂട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ പ്രിന്റും കൊണ്ടങ്ങ് പോവുക കേട്ടോ. റിസ്ക് വേണ്ട, നമ്മൾ പ്രിന്റ് എടുത്തങ്ങ് കൊണ്ടുപോവുക. ഓക്കെ, ആ പ്രിന്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. യെസ്, ഓക്കെ. അപ്പോൾ അത് ഓക്കെ ആണല്ലോ. അസിസ്റ്റന്റ് സർജനോ അതിന് മുകളിൽ വരുന്നതോ ആയ ഒരു ഗവൺമെന്റ് ഡോക്ടറുടെ കയ്യിൽ നിന്നാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങേണ്ടത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേറ്റ് കൗൺസിലിങ്ങിന് മാത്രമാണ്. ഓൾ ഇന്ത്യക്ക് അത് ആവശ്യമില്ല. നെക്സ്റ്റ് വൺ NRI സർട്ടിഫിക്കറ്റ് ആണ്. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുട്ടികൾ മാത്രം മതി. ഇപ്പൊ നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളില്ലേ, കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകൾ, ആ പ്രൈവറ്റ് കോളേജുകളുടെ 15% സീറ്റും എങ്ങനെയാ? NRI കോട്ടയാ. NRI സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാ. അങ്ങനെയുള്ള കുട്ടികൾ അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. അലോട്ട്മെന്റ് മെമ്മോ എവിടുന്ന കിട്ടുക? സിയുടെ വെബ്സൈറ്റിൽ നിന്നാണ് കിട്ടുക. ഇവിടെ നമ്മൾക്ക് MCCയുടെ വെബ്സൈറ്റിൽ നിന്നാണ് കിട്ടിയത്. mcc.nic.in എന്നുള്ള വെബ്സൈറ്റിലാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടിയതെങ്കിൽ ഇവിടെ നമുക്ക് CEEയുടെ വെബ്സൈറ്റിൽ നിന്നാണ് അലോട്ട്മെന്റ് മെമ്മോ കിട്ടുക. അത് അലോട്ട്മെന്റ് വന്നതിന് ശേഷമായിരിക്കും. ഇപ്പൊ എടുത്തു വെക്കാൻ പറ്റില്ല, അലോട്ട്മെന്റിന് ശേഷം. നെക്സ്റ്റ് വൺ ഇസ് ഡേറ്റാ ഷീറ്റ് ഓഫ് കീം 2025. കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇതും എവിടെയാ? ഈ രണ്ട് കാര്യങ്ങളും അലോട്ട്മെന്റിന് ശേഷം, ആഫ്റ്റർ അലോട്ട്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക.
ഓക്കെ, ഡേറ്റ ഷീറ്റ് എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ അടിക്കേണ്ട, നമ്മുടെ സ്കോർ കാർഡ് പോലെ തന്നെ, പക്ഷേ നിങ്ങളുടെ ഹോൾ ഡീറ്റെയിൽസ്, നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു സ്കീമിൻ്റെ ഡേറ്റ ഷീറ്റിൽ കാണും. മക്കളുടെ അഡ്രസ്സ് കാണും, അതുപോലെ നിങ്ങളുടെ കേരള മെഡിക്കൽ റാങ്ക് കാണും. എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡേറ്റ ഷീറ്റിൽ കാണും. ഒരു PDF ഫോർമാറ്റിൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് അത് കിട്ടും. യെസ്, നെക്സ്റ്റ് വൺ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങളുടെ ജനനം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിര താമസം പ്രൂവ് ചെയ്യുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും എടുത്തു വെക്കുക. സ്റ്റേറ്റ് കൗൺസിലിങ്ങിന് നമുക്കത് ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. ഓൾ ഇന്ത്യയിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. 3 കാര്യത്തിനാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. MMRന് വേണം, ഹെപ്പറ്റൈറ്റിസ് B വേണം, അതേപോലെ തന്നെ ചിക്കൻ ബോക്സ്. ഈ 3 കാര്യത്തിൻ്റെയും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എൻ്റെ മക്കളുടെ കയ്യിൽ കാണണം. ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് ഡോക്ടറുടെ വേണമെന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഗവൺമെൻറ് ഡോക്ടർ വേണമെന്നൊന്നും മാൻഡേറ്ററി അല്ല. ഇനി കളഞ്ഞു പോയ ആളുകൾ അയ്യോ ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് അലോട്ട്മെന്റിന് ശേഷം ഏത് കോളേജിലാണ് കിട്ടുന്നത് ആ കോളേജുകാരുമായിട്ടൊന്ന് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിനൊരു റിലാക്സേഷൻ കിട്ടും. എന്തായാലും ബാക്കിയുള്ള ഇപ്പോൾ +2 സർട്ടിഫിക്കറ്റ് പോലെ അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ് പോലെ അങ്ങനെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും വേണം, വേണ്ട എന്നല്ല പറയുന്നത്. ബട്ട് അതില്ല എന്ന് കരുതി വെറീഡ് ആവേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. അത് കളഞ്ഞു പോയ ആളുകൾ, ചില ആളുകളുടെ കളഞ്ഞു പോയിട്ടുണ്ടാവും. യെസ്, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അലോട്ട്മെന്റിന് ശേഷം ആ കോളേജുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം, മാൻഡേറ്ററി ആയിട്ട് വേണം. പക്ഷേ കളഞ്ഞു പോയവർ വെറീഡ് ആവരുത് കേട്ടോ, അവർ കോണ്ടാക്ട് ചെയ്യാം. ആൻഡ് സ്റ്റാമ്പ് പേപ്പർ എന്തിനാ? അപ്പുറത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല സ്റ്റാമ്പ് പേപ്പറിൻ്റെ കാര്യം. സ്റ്റാമ്പ് പേപ്പർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഓരോ മെഡിക്കൽ സീറ്റും അത്രയും വാല്യുബിൾ ആയിട്ടുള്ളതാണ് അല്ലേ? നിങ്ങൾക്കറിയാം ഈ ഒരു മെഡിക്കൽ സീറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ചില ആൾക്കാരുടെ വർഷങ്ങളോളമുള്ള റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് ഈ ഓരോ മെഡിക്കൽ സീറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അതേ മാർക്കുള്ള പല കുട്ടികൾക്കും എന്ത് കിട്ടിയിട്ടില്ല, നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ അതേ മാർക്കുള്ള കുട്ടികളെ വരെ പിന്തള്ളിയിട്ടാണ് നിങ്ങൾക്ക് ഓരോ സീറ്റ് ലഭിക്കുക. അപ്പോൾ MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും ഓരോ മെഡിക്കൽ സീറ്റും അത്രയും വിലപ്പെട്ടതാണ്, അത്രയും വാല്യുബിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ പഠിക്കുന്ന സീറ്റും പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന നിങ്ങളുടെ പ്രൊഫഷനും അത്രയും വാല്യുബിൾ ആണ് അല്ലേ? ഓരോ ജീവനും നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളെ വിശ്വസിച്ചെത്തുകയാണ്. സോ നിങ്ങൾക്കറിയാം അതിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം അത്രയും വാല്യുബിൾ ആണ്. സോ ഇത്ര വാല്യുബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് നമ്മൾ ഇടയ്ക്ക് കളഞ്ഞിട്ട് പോകാൻ പാടില്ല അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബോണ്ട് വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കോളേജുമായിട്ട് നിങ്ങളൊരു ബോണ്ട് വെക്കും. ഈ ഒരു സീറ്റ് ഞങ്ങൾ ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ളൊരു ബോണ്ടാണ്. ഇനി ആ സീറ്റ് ഉപേക്ഷിച്ച് എന്തെങ്കിലും കാരണത്താൽ നമുക്ക് പോകേണ്ടി വന്നാൽ MBBSന് 10 ലക്ഷം രൂപയോളോ അതേപോലെ BDSന് 5 ലക്ഷം രൂപയോളം നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും, കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. ആ ഒരു ബോണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്നത്. അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ എന്തിനാണെന്നുള്ളത് മനസ്സിലായി കാണും. അത് നിങ്ങൾക്ക് ആധാരം എഴുത്ത് ഓഫീസിൽ നിന്ന് കിട്ടും. ഈ സ്റ്റാമ്പ് പേപ്പറാണ് കേട്ടോ, ഈ സ്റ്റാമ്പ് പേപ്പറാണ്. അത് ഇപ്പോഴേ എടുത്ത് വെക്കണ്ട. നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞ് ഏത് കോളേജാണെന്ന് ആദ്യം അറിയട്ടെ, അതിനുശേഷം മാത്രം എന്ത് എടുത്താൽ മതി, നിങ്ങൾ ഈ സ്റ്റാമ്പ് പേപ്പർ പോയി വാങ്ങിയാൽ മതി. അപ്പോൾ സ്റ്റാമ്പ് പേപ്പറിനുള്ളിൽ എന്താണ് എഴുതേണ്ടതെന്നൊരു ഡൗട്ട് കാണും. അതെന്താണ് എഴുതേണ്ടതെന്നുള്ളത് സിയുടെ വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസിലുണ്ട്. ബട്ട് ഇപ്പം അത് എഴുതണ്ട, അത് എഴുതാൻ വരട്ടെ. കാരണം ഓരോ കോളേജിനും ചിലപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം കാണും. അപ്പോൾ ആ കോളേജിൽ ചെന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പറുമായിട്ട് നമുക്ക് കോളേജിൽ ചെന്ന് നമുക്ക് അവിടെ നിന്ന് മാറ്റർ എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 200 റുപ്പീസിൻ്റെ ഒരു ഈ സ്റ്റാമ്പ് പേപ്പർ നിങ്ങൾക്ക് വേണം. അത് കോളേജിൽ കിട്ടട്ടെ. ഏത് കോളേജാണെന്ന് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് വാങ്ങാം. ഓക്കെ, നെക്സ്റ്റ് വൺ ട്യൂഷൻ ഫീ ആണ്. ട്യൂഷൻ ഫീയുടെ റെസീപ്റ്റ്. എന്താ ഡൗട്ട്, കോളേജിൽ ചെന്നാണോ ട്യൂഷൻ ഫീ അടയ്ക്കുന്നത്? അല്ല മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ അലോട്ട്മെൻറ്റിൽ നമ്മൾ ട്യൂഷൻ ഫീ അടയ്ക്കുന്നത്, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ കഴിഞ്ഞിട്ടുള്ള ട്യൂഷൻ ഫീ നമ്മൾ സിയിൽ നമ്മുടെ എൻട്രൻസ് കമ്മീഷണർക്ക് ഡയറക്റ്റ് ആയിട്ട് അയക്കുക. അപ്പോൾ അതിൻ്റെ ചെല്ലാനോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അടയ്ക്കുന്ന ആ ഒരു പ്രിൻ്റ് ഔട്ടോ നിങ്ങളുടെ കയ്യിൽ വേണം. അതും കൊണ്ടാണ് നമ്മൾ കോളേജിൽ ചെല്ലുന്നത്. കോളേജിൽ ചെന്നിട്ടല്ല അടയ്ക്കുന്നത്, നമ്മളത് ഓൺലൈനായിട്ട് അടച്ച് അതിൻ്റെ റെസീപ്റ്റും കൊണ്ടുവേണം ഇവിടെ ചെല്ലാൻ, അഡ്മിഷൻ കിട്ടിയ കോളേജിൽ ചെല്ലാൻ. ഓക്കെ, യെസ്. അപ്പോൾ ഇതും എവിടെയാണ്? ഇതും അലോട്ട്മെന്റിന് ശേഷം എടുക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് ഇത് കിട്ടുക. നെക്സ്റ്റ് വൺ സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല.
ഇഫ് ആപ്ലിക്കബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ്റെ ചൈൽഡ് കാണും അല്ലേ, അങ്ങനെയുള്ള കുട്ടികൾ, അങ്ങനെ സ്പെഷ്യൽ റിസർവേഷൻ, അങ്ങനെ റിസർവേഷൻ കിട്ടിയ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ഈ സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും കുറേ അധികം എല്ലാത്തിൻ്റെയും ഒരു 5 പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തോളാനാണ് ഞാൻ പറയുന്നത്. യെസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു 10 എണ്ണം, എല്ലാം മാക്സിമം പറ്റുമെങ്കിൽ 10 എണ്ണം വെച്ച് എടുത്തോളൂ. ഓക്കെ, ആ ഒരു അഡ്മിഷൻ സമയത്ത് അത്രയും പ്രിൻ്റ് എടുത്താൽ മതി. യെസ്, എനിവേ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ചെക്ക് ലിസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു PDF അപ്ലോഡ് ചെയ്യാം അഡ്മിഷൻ്റെ ടൈം ആകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തിയേക്ക്. യെസ്, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു തവണ മാത്രമേ നിങ്ങൾ ഓടാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ വേറൊരു കാര്യം വേണമെന്ന് അറിയുന്നു, തിരിച്ചു വരുന്നു, പിന്നെയും പോകുന്നു, അതിൻ്റെ ആവശ്യമില്ല. എല്ലാം മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു തവണ നടക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ SSLCയും ഓൾമോസ്റ്റ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ. നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വാലിഡിറ്റി കംപ്ലീറ്റ് ആണോ, കഴിഞ്ഞിട്ടുണ്ടോ, ഇപ്പോഴും യൂസ് ചെയ്യാമോ എന്നുള്ളൊരു കാര്യം കൂടി കൺഫേം ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും ഉറപ്പ് വരുത്തി അഡ്മിഷനിലേക്ക് പോവുക. നിങ്ങൾ പേടിപ്പിക്കൊന്നുമല്ല കേട്ടോ. ഈവൻ 1 or 2 ഇപ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിലൊക്കെ റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നമ്മൾ വിട്ടുപോയോ? യെസ്, MCCയിൽ ഒറ്റ കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. യെസ്, അപ്പോൾ MCCയിൽ ഓൾ ഇന്ത്യയിൽ പോകുന്ന കുട്ടികൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങളത് മാൻഡേറ്ററി ആയിട്ടും എടുത്തു വെക്കണം. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് എപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സ്റ്റേറ്റിൽ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. യെസ് മക്കളെ, ഒന്ന് ശ്രദ്ധിച്ച്, എയിംസിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി 15% സീറ്റിലൂടെയാണ് നിങ്ങൾ കയറിയതെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തു വെക്കണം. ഇതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കേരള സിലബസിലാണ് പഠിച്ചത്, നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കിട്ടി, തമിഴ്നാട്ടിലെ ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടി, അല്ലെ നിങ്ങൾക്ക് കർണാടകത്തിലെ ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടി. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ +2 അവർ അംഗീകരിക്കണം അല്ലെ. നമ്മൾ സ്റ്റേറ്റ് ബോർഡിലാണ് പഠിച്ചത്, നമ്മുടെ +2 അവർ അംഗീകരിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കണം. അതിന് സൈറ്റ് ഓപ്പൺ ആകും. സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് മിസ് നിങ്ങൾക്ക് അപ്ഡേഷൻ തരാം. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. എനിക്കൊന്ന് 2000 മറ്റുമാണ് അതിൻ്റെ ഫീസ്. നിങ്ങൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള മെയിൽ ID കൊടുക്കുക. ആ ഇമെയിലിലേക്ക് ഈ നിങ്ങളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അവർ അയച്ചു തരും. അതിൻ്റെ ഒരു കോപ്പിയും പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് ബോർഡുകാർ മാത്രം എടുത്താൽ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. ഞാൻ പറയുന്നത് ഏത് ബോർഡിൽ പഠിച്ച കുട്ടികളാണെങ്കിലും എടുത്തു വെക്കണം. കാരണം ഇപ്പോൾ കർണാടക പോലെയുള്ള ചില സ്റ്റേറ്റുകളിൽ എല്ലാ ബോർഡുകാരുടെ കയ്യിൽ നിന്നും, സ്റ്റേറ്റിൻ്റെയും CBSEയുടെയും ഒക്കെ കയ്യിൽ നിന്ന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ സിലബസുകാരും എന്ത് ചെയ്യുക, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കരുതി വെക്കുക. അതിന് സൈറ്റ് ഓപ്പൺ ആകും. ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മളത് അപ്ലൈ ചെയ്യണം, ഫീസ് അടച്ച് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓർത്ത് വെക്കുക. യെസ്, ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളിവിടെ തന്നെയുണ്ട്, കൂടെ തന്നെയുണ്ട്. ഡോണ്ട് വറി. നീറ്റിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് പോലെ അത്രയ്ക്ക് ടഫ് ഒന്നും അല്ല ഈ ഒരു പ്രോസസ്സ്. നിങ്ങൾ അത്ര ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുകയും വേണ്ട. പക്ഷേ ആ ഒരു സമയത്ത് ഓടി നടക്കാൻ ഇടവരരുത്. ഇപ്പോൾ തന്നെ എല്ലാ ഡോക്യുമെൻസും കയ്യിൽ കരുതി വെക്കുക. യെസ്, അപ്പോൾ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.